സുഭാഷിതം. എന്റെ ഭർത്താവ് തന്റെ യൗവന കാലഘട്ടങ്ങളിൽ ഒരു കായിക താരമായിരുന്നു. അദ്ദേഹം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ശാരീരികവും മാനസികമായ പരിശീലനത്തിന് ആവശ്യമായ അച്ചടക്കങ്ങളും ആത്മനിയന്ത്രണങ്ങളും പാലിച്ചിരുന്നു. ഭക്ഷണക്രമം, പരിശീലന ഷെഡ്യൂളുകൾ, കുടുംബ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ത്യജനം, ഇങ്ങനെ ഓരോ ദിവസത്തെയും ഷെഡ്യൂളുകൾ എല്ലാം തന്നെ ഈ മത്സരത്തെ ലക്ഷ്യമിട്ടതായിരുന്നു. ഇങ്ങനെ ഒരു മത്സരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി പൗലോസ് 1 കൊരിന്ത്യർ 9:25 എഴുതിയിരിക്കുന്നത്: അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. Everyone who competes in the games goes into strict training. They do it to get a crown that will not last, but we do it to get a crown that will last forever. കൊരിന്ത്യൻ സമൂഹം വളരെ മത്സരാത്മകമായിരുന്നു. പൗലോസിന്റെ കാലഘട്ടത്തിൽ ഈ നഗരം എല്ലാ വർഷവും ഒളിമ്പിക്സിന്റെ രീതിയിലുള്ള കായിക മത്സരത്തിന് ആതിഥേയം നൽകിയിരുന്നു. ഈ മത്സരത്തെ ഒരു രൂപകമാക്കി പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നാം വായിച്ചത്. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണല്ലോ. ജയിക്കുവാൻ പരിശീലനവും പരിശ്രമവും ആത്മനിയന്ത്രണങ്ങളും അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഈ കായിക മത്സരത്തോടെ താരതമ്യം ചെയ്ത് നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അന്ന് കൊരിന്തിൽ നടന്ന കായിക മത്സരത്തിന് സമ്മാനമായി കൊടുത്തിരുന്നത് പൈനിലയോ ഒലിവിലയോ കൊണ്ടുള്ള ഒരു കിരീടമായിരുന്നു. നീണ്ട കാലയളവിലെ വേദനാജനകമായ പരിശീലനങ്ങളും ചുരുങ്ങിയ മിനിറ്റുകളിൽ നീണ്ടുനിന്ന കഠിനമായ പോരാട്ട മത്സരങ്ങളും അതിന് ലഭിച്ച വാടിപ്പോകുന്ന കിരീടവും കണ്ടുകൊണ്ടായിരിക്കണം പൗലോസ് പറഞ്ഞത്: അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കുമെന്ന്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുടെ പ്രതിഫലം അനശ്വരമാകുന്നു. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും ദൈവവചനം അനുശാസിക്കുന്ന ശിക്ഷണം സ്വീകരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ ആ കിരീടങ്ങൾ ലഭിക്കുകയുള്ളൂ. വ്യത്യസ്ത കിരീടങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാം വായിച്ച വാടാത്ത കിരീടം അച്ചടക്കവും വിജയകരവുമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനുള്ള കിരീടമാണ്. ദൈവം ഈ കിരീടം നമുക്ക് നൽകുന്നത് നാം നല്ലവരായതുകൊണ്ടല്ല, മറിച്ച് ദൈവം തന്റെ മക്കൾക്ക് അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ലോകത്തിന്റെ കളങ്കം പറ്റാതെ ജീവിക്കുന്നവർക്കുള്ള അംഗീകാരം. ഈ ലോകത്തിൽ മനുഷ്യൻ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും അത് നശ്വരമാണ്. സമ്പത്തോ സമ്മാനങ്ങളോ സ്വാധീനമോ പദവികളോ എന്തു തന്നെയായാലും അതുകൊണ്ടൊന്നും അനശ്വരമായ കിരീടം പ്രാപിക്കുവാൻ കഴിയുകയില്ല. യേശുവിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം നിത്യജീവനാകുന്നു. ജീവിതം ഒരു വലിയ മത്സരമാണ്. അതിൽ നിത്യജീവൻ ലക്ഷ്യമായിരിക്കട്ടെ. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള വിശദീകരണത്തിന്റെ അവസാനത്തിലാണ് ഈ കിരീടത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു. സുവിശേഷ നിമിത്തം വർജനം ആചരിക്കുന്നവരാണ് അനശ്വരമായ കിരീടം പ്രാപിക്കുന്നത്. പൗലോസ് തന്റെ ജീവിതത്തിൽ അത് തെളിയിച്ച് കാണിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അനശ്വരമായ കിരീടം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതം നമുക്ക് ക്രമപ്പെടുത്താം. ഓട്ടം തികച്ച് കിരീടം പ്രാപിക്കാം. God bless you all with these words.